ദേശീയപാത തകർന്നുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും പ്രതിഷേധവും നടക്കുകയാണ്. ഇതിനിടയിൽ പ്രതിപക്ഷത്തിനൊരു ആശയക്കുഴപ്പമുണ്ടോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും ഷിബിലി ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വലിയ തോതിലുള്ള ആശയക്കുഴപ്പം പ്രതിപക്ഷത്തിനുണ്ട്, പ്രത്യേകിച്ചും കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഇതിൽ ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസിനെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ പറയുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കേണ്ട ഏറ്റവും വലിയ വാദം അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കൂടിയാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി വാദം ഉന്നയിക്കാത്തതിൻ്റെ കാര്യം കോൺഗ്രസിൻ്റെ ഒരു തെറ്റായ ധാരണയാണ്. ആ തെറ്റായ ധാരണ ഇപ്പോൾ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ CPMനെ കടന്നാക്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഷിബിലി എന്നോട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ശശി തരൂർ എന്ന് പറയുന്ന ഒരാളുടെ പ്രസക്തിയുള്ളത്. ഇപ്പം നമ്മൾ ഒരു പല കാര്യങ്ങളിലും അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആളുകൾക്ക് വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. ഇപ്പം ചില കാര്യങ്ങളിലെങ്കിലും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമുക്കറിയാലോ, ഇപ്പം പാകിസ്ഥാനിൽ പഹൽഗാമിൽ അറ്റാക്ക് നടന്നപ്പോൾ പാകിസ്ഥാന് നമ്മൾ തിരിച്ചടി കൊടുത്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് ഈവൻ അസദുദ്ദീൻ ഒവൈസി വരെയുള്ള എല്ലാ മജ്ലിസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അടക്കമുള്ള ആളുകളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിനൊപ്പം നിന്നു. എന്തുകൊണ്ടാണ്? അത്തരം ചില കാര്യങ്ങളിൽ ഈ പറയുന്ന വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ധാരണ കൊണ്ടാണ്. ഇവിടെയും ഇപ്പം ശശി തരൂരാണ് കേരള ഗവൺമെൻറ്റിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നതെങ്കിൽ ജനം അത് കുറെ കൂടി ഗൗരവത്തിലെടുക്കും. കാരണം എന്താ, എല്ലാ കാര്യത്തിലും പുള്ളി വിമർശിക്കുന്ന ആൾ അല്ല. ചില കാര്യങ്ങളിൽ പുള്ളി കേരള ഗവൺമെൻറ്റിനെ അനുകൂലമായി നിലപാട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മെഷീനുകൾ തുടങ്ങുന്ന കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിൽ അതിലൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കേരളമല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന രാജ്യത്തെ ഏതാണ്ട് വലിയ തോതിലുള്ള ഒരു ജനസംഖ്യ എന്ന് പറയുന്ന 50%, 60% വരുന്ന ജനസംഖ്യ എന്ന് പറയുന്ന ഒരു 15 വയസ്സിനും 35 വയസ്സിനും അടക്കമുള്ള ജനമാണ്. അതായത് യൂത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ ആ രാജ്യത്ത് ബേസിക്കലി കോൺഗ്രസിന് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ പോലും ഇത്തരത്തിൽ യൂത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു ജനമുണ്ട്. ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണ കൃത്യമായി കോൺഗ്രസിന് കിട്ടിയോ? ഇല്ല എന്നാണ് നമ്മുടെ മറുപടി. അതായത് 2001 ശേഷം 49% കിട്ടിയിട്ടുള്ള കോൺഗ്രസ്, ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ടുകളാണ്, അത് പിന്നീട് 36 വീഴുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് എവിടെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്? കൃത്യമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരേ സമയം BJP എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ അതികഠിനമായി വിമർശിക്കുകയും അതിൻ്റെ ഒരു കുറച്ചുകൂടി ശ്രദ്ധയും അതുപോലെ കാര്യങ്ങളുമൊക്കെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നു എന്ന് പറയുന്ന കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം മുഖ്യ എതിരാളികൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ആയിരിക്കും എന്നുള്ള ധാരണയിൽ CPMനെ മാത്രം എതിർക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? BJPക്കും അതുപോലെ കോൺഗ്രസിനും UDFനുമൊക്കെ എതിരായ ഒരു വലിയ ശക്തിയായി യഥാർത്ഥത്തിൽ CPM മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതായത് പണ്ട് ഇപ്പോൾ BJP ഇന്ത്യയിൽ അങ്ങനെയാണ്. അതിന് മുൻപ് കോൺഗ്രസ് അങ്ങനെയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 400 സീറ്റുകളിലധികം നേടി കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഒരു കാലത്ത്, രാജീവ് ഗാന്ധിയുടെയൊക്കെ കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരെ നിന്നിരുന്നത് കോൺഗ്രസിനെതിരാണ്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിനെതിരെ നിൽക്കുമ്പോൾ അവരുടെ ശക്തി വർദ്ധിക്കുകയും അവരുടെ ആശയ പ്രചരണത്തിനും അവരുടെ മറുപടികൾക്കുമൊക്കെ വലിയ പ്രാധാന്യം കിട്ടുകയുമാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഒന്ന്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം CJP എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ട് എന്നുള്ളതും അതുപോലെ BJPയും CPMുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നരേറ്റീവിനെ കൂടി ഇത് ബാധിക്കും. കാരണം എന്താ, നിങ്ങൾ BJPക്കെതിരെ ഒന്നും പറയുന്നില്ല. അതായത് ഈ പറയുന്ന ഹൈവേ പണിയുന്നതിൻ്റെ പരിപൂർണമായ അതോറിറ്റി, അതായത് DPR അടക്കം അത് കഴിഞ്ഞ് അതിൻ്റെ അലൈൻമെൻറ്റുകൾ അടക്കം എല്ലാ പണികളും, അതായത് ഒന്നില്ലാതെ സ്ഥലമേറ്റെടുത്ത് കൊടുക്കൽ എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ പണികളും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരു പണിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും നടപടിയെടുക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു പക്ഷേ മഴ കൂടുതൽ ഭീകരമായി പെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ ഈ റോഡ് പൊളിയും എന്നാണ്. അങ്ങനെ പൊളിയുമ്പോൾ പോലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒന്നും പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനസമൂഹം അതിനെ കാണുന്നത് ഇവരുടെ ഒരു ഇരട്ടത്താപ്പായിട്ടായിരിക്കും. അത് സ്ട്രാറ്റജിക്കലി ഒരു ബ്ലണ്ടറാണ്, ഒരു സംശയവും എനിക്കില്ല.
സാറ് പറഞ്ഞാൽ എനിക്കൊരു എതിരഭിപ്രായമുള്ളത് ഈ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി കേരളത്തിൽ CPM ആണല്ലോ. അപ്പൊ സാറ് പറഞ്ഞ പോലെ എങ്ങനെ BJPക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് മാറിപ്പോകില്ല ശരിക്കും? നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൻ്റെ ഇത്രയും കാലത്തൊരു നരേറ്റീവ് എന്താണ്? ഇവിടെ ഒരു CJP എന്ന് പറഞ്ഞ് BJPയും CPMും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ളതല്ലേ? അതല്ലേ ഈ പറയുന്ന നമ്മുടെ ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയപ്പോഴും രാം മാധവനെ കാണാൻ പോയപ്പോഴും ഒക്കെ കോൺഗ്രസ് ഉന്നയിച്ചത്, ശരിയല്ലേ? അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ നരേറ്റീവ്? അപ്പോൾ ആ നരേറ്റീവ് നിങ്ങൾ ബിൽഡ് ചെയ്ത് നിങ്ങൾ അതിൽ ഏതാണ്ട് ജനങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും അത് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വാചകങ്ങൾക്ക് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി വേണ്ടേ? ആ ക്രെഡിബിലിറ്റിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിനെയും മുഹമ്മദ് റിയാസിനെയും അല്ലെങ്കിൽ പിണറായി വിജയനെയും തീർച്ചയായും എതിർക്കണം. പക്ഷേ ഏത് കാര്യത്തിൽ എതിർക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നാളെ പ്രധാനമന്ത്രി പെട്രോളിന് വില കൂട്ടുമ്പോൾ നമ്മൾ പിണറായി വിജയനെതിരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായോ? അല്ലെങ്കിൽ പെട്രോൾ വെക്കുമ്പോൾ നമുക്ക് പറയാം, നിങ്ങൾ കേരള ഗവൺമെൻറ് മേടിക്കുന്ന അധിക ടാക്സ് വേണമെങ്കിൽ ഒഴിവാക്കണമെന്ന് പറയാം. ആ പോയിന്റ് ആയിരിക്കണം. മനസ്സിലായി? ആളുകൾ ഇത് നമുക്ക് എന്തും പറയാം. ഇപ്പം നാളെ ഷിബിലി അറിയേണ്ടത് ഒരാൾ എന്നെക്കുറിച്ച് പറയുകയാണ്, പുള്ളി ഈ പറയുന്ന തലയിൽ മുടിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് ഫാക്റ്റാണ്. പക്ഷെ അതിന് പകരം എന്നെക്കുറിച്ച് പറയുമ്പോൾ അയാൾ ഭയങ്കര കറുത്തിട്ടാണ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? ഇല്ല. ഞാൻ പറഞ്ഞത് ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു ഫാക്റ്റ് പറയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. കോൺഗ്രസ് ഈ പറയുന്ന പാതയിൽ മുഴുവൻ അഴിമതിയാണെന്ന് പറയുകയും ആ അഴിമതിയിൽ കുളിച്ചുകൊണ്ടാണ് ഈ പാതകൾ തകർന്നു വീണതെന്ന് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അത് പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഈ പാത ദേശീയപാതകൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ BJP കാശ് മേടിച്ച പോലെ തന്നെ കോൺഗ്രസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പം CPM അടക്കമുള്ള ആളുകൾ പോലും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം മേടിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നവയുഗ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലൊരു ടണൽ പണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയുടെ കയ്യിൽ നിന്ന് CPM 2017 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ 80 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വഴിയൊന്നും അല്ലാതെ നേരിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ പണം ആളുകൾ മേടിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. പക്ഷേ ഇത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാതകൾ ഒരിക്കലും പൊളിയാൻ പാടില്ല എന്നാണ് നമ്മൾ ആരും ആഗ്രഹിക്കേണ്ടത്. പക്ഷേ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. അതെന്താണ്? ഇന്ത്യയോട് രാജ്യസ്നേഹം ഉണ്ടാകണമെന്ന് പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യസ്നേഹത്തിൻ്റെ കുട പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും മറ്റാളുകളെയും ഒക്കെ എതിർക്കുന്ന ആളുകൾ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ റോഡുകളിൽ പൊലിഞ്ഞു വീഴുന്ന ജീവിതങ്ങളെ കാണണ്ടേ? അതുവഴി പോകുന്ന ആളുകൾക്ക് പറ്റുന്ന അപകടങ്ങളെ കൂടി കാണണ്ടേ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയും കൃത്യമായി വർത്തമാനം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയുകയും ചെയ്യേണ്ടതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, CPMനെയും അതുപോലെ മുഹമ്മദ് റിയാസിനെയും ഇപ്പോൾ പിണറായി വിജയനെയും എതിർക്കാൻ മറ്റെത്രയോ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുത്തിട്ട് പണിയുന്ന 12 റോഡുകൾ, സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലെക്സ് പോലും MP രാജേഷിന്റെ വെച്ചില്ല. പകരം മുഹമ്മദ് റിയാസിന്റെ വെച്ചു. ആ പ്രശ്നം ഉന്നയിക്കാവുന്നതാണ്. കാരണം അതിന്റെ പിന്നിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ആർക്കും തന്നെ തർക്കിച്ച് നിൽക്കാൻ കഴിയാത്തൊരു മെറിറ്റുണ്ട്. കാരണം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് അല്ലെങ്കിൽ ഒരു മരുമകൻ എന്നുള്ള നിലക്ക് കൂടുതൽ അധികാരങ്ങളിലേക്ക്, കൂടുതൽ PR വർക്കുകളിലേക്ക് മുഹമ്മദ് റിയാസ് നീങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം രണ്ടെണ്ണമാണ്. ഒന്ന്, ഇത്തരത്തിൽ ശരിയായ നിലപാടുകൾ എടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ആ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. മനസ്സിലായോ? ആ പ്രചരിപ്പിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുഖ്യധാര ചാനലും യഥാർത്ഥ നിലവിൽ ഇല്ല. അപ്പോൾ യൂട്യൂബിൽ വലിയ തോതിൽ അപ്രമാദിത്വം BJPക്കും സംഘപരിവാറിനും ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് BJP അപ്രമാദിത്വം ഉണ്ടാകുന്നു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന സാറ്റലൈറ്റ് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ ചിന്താഗതികൾക്ക് വലിയ തോതിലുള്ള പ്രാമുഖ്യം ഉണ്ടാകുന്നു. അവരൊക്കെ പിണറായി വിജയനെയും തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസിനെയും ഒക്കെ എതിർക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധികളുണ്ട്. അപ്പോൾ കോൺഗ്രസ് കൃത്യമായി ഈ പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു, ഇതിൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോഴും CPM ഭയങ്കര ആത്മവിശ്വാസത്തോട് ചെല്ലണേ. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ആളുകൾ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇതിൽ കുറ്റം പറയാത്തത്?
ഇപ്പൊ ഇ.ടി. മുഹമ്മദ് ബഷീർ തന്നെ എന്നിട്ട് നിതിൻ ഗഡ്കരിയെ കണ്ടോ, അപ്പൊ നിതിൻ ഗഡ്കരി നടപടി എടുക്കാന്ന് പറഞ്ഞു. ആർക്കെതിരെ നടപടി എടുത്തത്? ഒരു പ്രൈവറ്റ് കമ്പനി, അതായത് കരാറ് കൊടുത്തിരിക്കുന്ന കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ ഗവൺമെന്റ് എന്ത് ഉത്തരവാദിത്തമുള്ളത്? ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് ഇത് നോക്കാൻ ചുമതലപ്പെട്ട ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഒരുപക്ഷെ ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ സിസ്റ്റം ഉണ്ടാവുക കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ റോഡുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നന്നായി ഹൈവേകൾ പണിയുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ എന്തുകൊണ്ട് ഈ അപകടം കാണിച്ചു എന്നുള്ളത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ലേ? അതില്ലെങ്കിൽ കോൺഗ്രസ് പുറകോട്ടാണ് പോകുന്നത്. സാറേ, കോൺഗ്രസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉന്നയിക്കാനുള്ള പ്രധാന കാരണം ചിലപ്പോൾ ഇതായിരിക്കും. കാരണം വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഏറ്റവും വലിയ വികസനം നാഷണൽ ഹൈവേ ആയിരിക്കും. അപ്പം അതിനുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രതിരോധമായിരിക്കും. വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ആണ് വലിയ തോതിലുള്ള വികസനം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന CPM-നെ ആ വികസനത്തിൻ്റെ പേരിൽ കൃത്യമായ ആ വികസനത്തിൻ്റെ ചർച്ചകളിലേക്ക് കോൺഗ്രസ് എത്തിപ്പോയാലുള്ള കുഴപ്പം ഈ രണ്ടെണ്ണത്തിലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോൺഗ്രസിന് ഓടിയെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നരേറ്റീവ് വളരെ കൃത്യമായവർ ബിൽഡ് ചെയ്തിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് വലിയ തോതിൽ ക്രെഡിറ്റ് എടുക്കാവുന്ന നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിൽ ചില പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ദേശീയപാതയുടെ കാര്യത്തിൽ കേരളമാണ് സ്ഥലമേറ്റെടുത്ത് കൊടുത്തത്. 25% ഫണ്ട് കൊടുത്തത്, 5500 കോടി രൂപയോളം കൊടുത്തത് കേരളമാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഒരു ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റുകൾ ഏറ്റെടുക്കാം. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ 2024 ഇലക്ഷനിൽ എന്താ കണ്ടത്? ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യയിലെ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റും ആരേറ്റെടുത്തു? BJP ഏറ്റെടുത്തു, ഇല്ല NDA ഏറ്റെടുത്തു. അയോധ്യ രാമക്ഷേത്രം പണിത് ഇന്ത്യക്ക് സംഭാവന ചെയ്തു എന്ന് പറയുന്ന ക്രെഡിറ്റും ആരേറ്റെടുത്തു? അപ്പോൾ ആ ക്രെഡിറ്റിൻ്റെ പുറകെ പോയിട്ടാണ് കമൽനാഥ് ഈ വെള്ളി ഇഷ്ടികകൾ മധ്യപ്രദേശിൽ നിന്ന് അയച്ചു കൊടുത്തത് ആർക്ക്? അയോധ്യക്ക്. ആ ക്രെഡിറ്റിൻ്റെ പുറകെ പോയിട്ടാണ് UP-യിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ പോയില്ല. പക്ഷെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി അയോധ്യയിൽ പോകുമെന്ന് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് കോൺഗ്രസിന് എന്തുകൊണ്ട് നേട്ടമുണ്ടായി? കോൺഗ്രസ് ജോഡോ യാത്ര നടത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളടക്കമുള്ള യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചുവിട്ടു. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായി നടപടിയെടുക്കേണ്ടതാണ്. പിന്നെ ശിവലി ഒരു കാര്യം കൂടി പറയാം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ മാത്രമാണ് ഏതോ ബുദ്ധിമാൻ, ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും പറയാൻ പറ്റാത്ത ചില കെട്ടുപാടുകൾ കോൺഗ്രസ്സിന് കൂടി ഇതിൻ്റെ പുറകിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്കിൽ പോലും ഇങ്ങനെ കെട്ടുപാടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഹൈവേ ഭംഗിയായി പണിയണം എന്ന് പറഞ്ഞ് വലിയ തോതിൽ പ്രക്ഷോഭം കോൺഗ്രസ് നയിക്കേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണ് നയിക്കേണ്ടത്. കേരള ഗവൺമെൻറ്റിനെതിരെ നയിക്കാൻ വേറെ നിരവധി വിഷയങ്ങൾ കിട്ടും. ആ വിഷയങ്ങളിൽ കേരള ഗവൺമെൻറ്റിനെതിരെ കൂടി നടപടിയും എടുക്കുകയോ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയോ ചെയ്യണം. അല്ലാതെ ഈ സമയത്ത് പോലും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഒന്നും പറയാതെ പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ BJP-യും CPM-ഉം തമ്മിലാണ് അന്തർധാര എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും.